കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് വടകര മണ്ഡലം. MLA-മാരായ KK ശൈലജയും ഷാഫി പറമ്പിലും മത്സരിച്ച മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ സമൂഹ മാധ്യമങ്ങളിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ വലിയ ചർച്ചയായിരുന്നു. സൈബർ പോരും വാഗ്വാദങ്ങളും നിറഞ്ഞു നിന്ന വടകര ലോക്സഭാ മണ്ഡലം എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതാണ്. അതെ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ വടകരയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തതും. വടകരയിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 11,14,950 പേരാണ്. 14,21,883 മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണമെന്ന് പറയുന്നത്. വടകര കഴിഞ്ഞാൽ കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം. ആകെ 11,04,331 പേരാണ് വോട്ട് ചെയ്തത്. ഇവിടെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 14,52,230 ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ 12,54,823 8,23,237 പേര് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 65.61 വോട്ട് ശതമാനം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനവും വടകരയിലാണ്, 78.41. കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലോക്സഭാ മണ്ഡലം. 77.21% അവിടുത്തെ കണക്ക്. ഏറ്റവും കുറവ് 63.37% പത്തനംതിട്ടയിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ 5 ഘട്ടത്തിലെ ആകെ പോൾ ചെയ്തവരുടെ എണ്ണം ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. ആദ്യഘട്ടത്തിൽ 66.14, രണ്ടാം ഘട്ടത്തിൽ 66.71, അതുപോലെ മൂന്നാം ഘട്ടത്തിൽ 65.68, നാലാം ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 69.16, അഞ്ചാം ഘട്ടത്തിൽ 62.20 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ഒന്നാം ഘട്ടത്തിൽ 11 കോടിയും രണ്ടാം ഘട്ടത്തിൽ 10.58 കോടിയും മൂന്നാം ഘട്ടത്തിൽ 11.32 കോടി, നാലാം ഘട്ടത്തിൽ 12.24 കോടി, അഞ്ചാം ഘട്ടത്തിൽ 5.57 കോടി എന്നിങ്ങനെയാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം. രണ്ടാം ഘട്ടത്തിലായിരുന്നു കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.